الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الهدي كلام الله فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സത്യവിശ്വാസികൾ ദുൽഖഅദ് മാസത്തിൽ അടുത്തു വരാനിരിക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ചിന്തകളിലും പ്രവർത്തനങ്ങളിലുമാണ് മുഴുകിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വിശുദ്ധ മക്കയിലെ കഅബയും അതുപോലെ തന്നെ അനുബന്ധ മത ചിഹ്നങ്ങളായ മശാഇറുകളുമൊക്കെ സന്ദർശിക്കുകയും കൂട്ടത്തിൽ തങ്ങളുടെ ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ജീവിത ഗന്ധിയായ പഠനങ്ങൾ ഹജ്ജ് കർമ്മങ്ങളിലൂടെ പഠിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണിത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട അഞ്ചാമത്തെ സ്തംഭമായ വിശുദ്ധ ഹജ്ജ് കർമ്മം ഇതര ആരാധനാകർമ്മങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. അത് തങ്ങളുടെ ആദർശ പിതാവിനെ അനുഭവിക്കാനും അനുകരിക്കാനും അനുഭവഭേദ്യമാക്കാനുമുള്ള ഒരു കർമ്മമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിഫു അലാ മശാഇരിക്കും, മത ചിഹ്നങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നു നിൽക്കണം. ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ നിർദ്ദേശമാണ്. ഇർസിമിൻ ഇർസി അബീക്കും ഇബ്രാഹിം, അതായത് നിങ്ങളുടെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ അനന്തര
സ്വത്ത് എന്ന നിലക്ക് അല്ലെങ്കിൽ ആ പ്രവാചകനിൽ നിന്ന് വന്നു കിട്ടിയ മത ആദർശം എന്ന നിലക്ക് ആ മശായിറുകളിൽ നിങ്ങൾ ചെന്ന് നിൽക്കണം. വിശുദ്ധ കഅബാലയം പണിത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ആ ആദർശ പിതാവിനെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി നെഞ്ചേറ്റുന്നത്. അദ്ദേഹം ആ വിശുദ്ധ കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു കല്ല് അവിടെയുണ്ട്. അതാണ് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലം എന്ന് പറയുന്ന ആ ഭാഗം. വിശാലമായ അർത്ഥത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അതൊക്കെ യഥാർത്ഥത്തിൽ മഖാമു ഇബ്രാഹിം തന്നെയാണ്. എങ്കിലും ആ വിശുദ്ധ കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഉപയോഗിച്ച ആ കല്ല് ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ആദ്യം കഅബത്തോട് ചേർന്നായിരുന്നു. പിന്നീട് അത് ആളുകൾക്ക് വിഷമം ഒഴിവാക്കാൻ വേണ്ടി അല്പം മാറ്റിവെച്ചു. ആ കല്ലിനോടൊരു ആദരവ് തോന്നിയിട്ട് അതിനെ മുത്തുകയും ചുംബിക്കുകയും അതിൻ്റെ മുമ്പിൽ കൈയുയർത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വന്നപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അതിനൊരു സംരക്ഷണം കൊടുത്തു. അതിനെ ഒരു പളങ്ക് കൂട്ടിലാക്കി വെച്ചു. എന്നിട്ടും ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവിടുത്തെ പോലീസിൻ്റെയും മുത്തവയുടെയും ഒക്കെ അടി വാങ്ങിക്കുന്ന എത്രയോ ഹാജിമാരുണ്ട്. യാ ഹാജ് ലാ തഫാൽ എന്ന് പറയുകയും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നേർക്കുനേരെ കാണാൻ വരെ സാധിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് ഈ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? ആ വിശുദ്ധ കഅബാലയത്തിൻ്റെ ഏതാനും അതിനെ ആ മഖാമു ഇബ്രാഹിമിനെ പിന്നിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ട് ഒരു ഹാജി. ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ സഫയിലൂടെയും മർവയിലൂടെയും നടക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് പോയി മിനയിൽ, അതുപോലെ തന്നെ മുസ്ദലിഫയിൽ, അവിടെയൊക്കെ പോയി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ തങ്ങളുടെ ആദർശ പിതാവ് കാണിച്ചു തന്ന ആ പാത പിൻപറ്റിക്കൊണ്ടാണ്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ജീവിതം യഥാർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ പഠിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമസ്കാരം തുടക്കത്തിൽ ആ നമ്മൾ ഉരുവിടുന്ന ആ പ്രാരംഭ പ്രാർത്ഥന അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ആദർശ പ്രഖ്യാപനമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. തൻ്റെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവൻ നടത്തുന്ന ഒരു പ്രതിജ്ഞ. ഏകനായ റബ്ബിൻ്റെ മുമ്പിലേ ഞാൻ കുമ്പിടും, അവൻ്റെ മുമ്പിലാണ് ഞാൻ സർവസ്വവും സമർപ്പിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ, ഞാനൊരു ഹനീഫാണ്, ഒരു മുസ്ലിമാണ്. ആരാണ് ഹനീഫ്? ഹുജുമാനസൻ, വക്രതയില്ലാത്തവൻ. അങ്ങനെയാണ് ആ ഹനീഫിന് മുഫസ്സിറുകളൊക്കെ അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. ഒരു നിലക്കും ചായാത്ത ചെരിയാത്ത നേരെ ചൊവ്വെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന. അള്ള വലുതാക്കി വെച്ച ആൾക്കാർ കുറേ അപ്പുറത്തുണ്ട്, കുറേ ഇപ്പുറത്തുണ്ട്, നമുക്ക് അവരും വേണം ഇവരും വേണം പഠിച്ചവനും ഉണ്ടായിക്കോട്ടെ എന്ന് പറയണതല്ല. അത് മുശ്രിക്കീങ്ങളുടെ സ്വഭാവം. അവരോടൊന്നും തേടാൻ പാടില്ല. ആ തേട്ടവും ആരാധനകളും ആ സർവസ്വ സമർപ്പണവും അതാണല്ലോ ഇസ്ലാം. അതൊക്കെ റബ്ബിന് മാത്രമാണ്. അങ്ങനെ ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന മിനൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രഖ്യാപിച്ചത് വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ്. അങ്ങനെ പ്രഖ്യാപിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്. ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അവ്വലാണ്, ഞാൻ പ്രഥമനാണ്.
അങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂല. അതിന്റെ ഒന്നാമനാണ് ഞാൻ. അന മിനൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിക്കാനുള്ള യോഗ്യതയെ നമുക്കുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർത്തുകൊണ്ട് ആ ആദർശ പിതാവിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ നിസ്കാരത്തിന്റെ തുടക്കമെങ്കിൽ അതിന്റെ ഒടുക്കത്തിൽ അത്തഹിയ്യാത്തിലും ആ ഇബ്രാഹിമി സ്വലാത്താണ് നമ്മൾ ചെല്ലുന്നത്. എന്താണ് ഇബ്രാഹിമി സ്വലാത്ത്? അതാണ് ഖുത്ബയുടെ ആദ്യത്തിൽ ഞാൻ ചൊല്ലിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞു തുടങ്ങുന്ന സ്വലാത്ത്. ഇബ്രാഹിമി സ്വലാത്തിൽ യാതൊരു മാറ്റവും ചെയ്യാൻ പാടില്ല. അത്തഹിയ്യാത്തിലെ സ്വലാത്തിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്ത് എല്ലാം പറ്റൂല. അതേസമയത്ത് നമ്മൾ വേറൊരു ഖുതുബ നടത്തുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേലിലും ഇബ്രാഹിം നബിയുടെ മേലിലുമൊക്കെ രക്ഷയും സമാധാനവും നേർന്നുകൊണ്ട് നമുക്ക് സ്വലാത്ത് നടത്താം. പക്ഷേ ഇബ്രാഹിമി സ്വലാത്തുണ്ടല്ലോ, അത്തഹിയ്യാത്തിൽ ഓതുന്ന, അവിടെ മാറ്റം പാടില്ല. പക്ഷേ എത്ര ആളുകളാണ് നമ്മളെ ഒരു വിഭാഗത്തിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സ്വലാത്ത് മുഴുവൻ അതിന് ഉൾട്ടായിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് വരുന്നത്. ചോദിക്കാം, എന്ത് സയ്യിദല്ലേ അല്ലാഹുവിൻ്റെ റസൂല്? തീർച്ചയായും സയ്യിദാണ്. പക്ഷെ അവിടെ അങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സയ്യിദാണ്, ഹബീബാണ്, ഷഫീആണ്, മുസ്തഫയാണ്, മുജ്തബയാണ്, മുർത്തളയാണ്, എന്തെല്ലാം വിശേഷണങ്ങൾ, നല്ല വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുക്കാൻ പറ്റുമോ? ഒക്കെ കൊടുക്കാം. പക്ഷേ അതൊക്കെ നമുക്ക് അത്തഹിയ്യാത്തിൽ ചേർക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അതിൻ്റെ ആ പദങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അതേമാതിരി തന്നെ പറ്റുള്ളൂ. ഒരു ഹർഫും കൂട്ടാൻ പറ്റൂല. കൂട്ടിയാൽ പോയി. അത് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര ആളുകളുടെ നമസ്കാരത്തിൽ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ചേർക്കലുകൾ, കൂട്ടിച്ചേർക്കലുകൾ വരുന്നുണ്ട്. പാടില്ലാത്തതാണ്. പ്രവാചകൻ പഠിപ്പിച്ചതേ ചെയ്യാവൂ. അതല്ലാത്ത സമയത്ത് പറ്റുമോ? അല്ലാത്ത ഇബ്രാഹിമി സ്വലാത്ത് ചെല്ലാൻ പഠിപ്പിക്കാത്ത സ്വതന്ത്രമായ സ്വലാത്ത് ചെല്ലേണ്ട സമയത്ത് നമുക്കങ്ങനെ ആകാം. ഒരു കുഴപ്പമില്ല. സ്വതന്ത്രമായി ഒരാൾ പ്രസംഗിക്കാൻ നിൽക്കുന്നു, അറബിയിൽ സ്വലാത്തും സലാമും ചെല്ലുന്നു, അയാളുടേതായ രൂപത്തിലാണ് ആ പ്രാർത്ഥനാ വചനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും നേർന്നുകൊണ്ട് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്? ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും മതപരമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച നിസ്കാരം, നോമ്പ്, ഹജ്ജ്, അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ മൻസക്ക്. അത് അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നിർബന്ധിച്ചു. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദുർ റസൂലുള്ളയും പൊരുത്തപ്പെടുന്നത്. അല്ലെങ്കിലോ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുള്ളൂ. എന്നാൽ ഈ മതം പഠിപ്പിച്ചു തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ ദൂതൻ പഠിപ്പിച്ച ദീനില് വെള്ളം ചേർക്കുകയാണെങ്കിൽ അയാൾ മുഹമ്മദുർ റസൂലുള്ള അംഗീകരിക്കുന്നില്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനിനേക്കാളും മുന്തിയ ദീൻ എൻ്റെ അടുത്തുണ്ട് എന്നാണ് അയാളുടെ വാദം. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ വമൻ ഇസ്തഹ്സന ഫിദ്ദീനി ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. ഇമാം മാലികി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് അതാണ്. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തരാത്ത ഒന്ന് നല്ലതാണ് എന്നും പറഞ്ഞിട്ട് ദീനിൽ ആരെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്താ വാദിച്ചത്? സത്യത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ശരിയായി ദീന് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എല്ലാ നല്ലതും പഠിപ്പിച്ചു തന്നിട്ടില്ല. പഠിപ്പിച്ചു തരാതെയാണ് അള്ളാഹിൻ്റെ റസൂൽ പോയത് എന്ന് വരും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഈ ഖുത്ബയുടെ ആദ്യത്തിൽ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. വമൻ അഹ്സനു മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വമൻ അഹ്സനു ദീനൻ മിമ്മൻ
അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തന്റെ സർവസ്വവും സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചവനേക്കാൾ ഉത്തമമായ മതം അംഗീകരിച്ച അല്ലെങ്കിൽ അനുസരിക്കുന്ന ആ മതം സ്വീകരിച്ച ആൾ വേറെ ആരുണ്ട്? വഹുവ മുഹ്സിൻ, അയാൾ സുഹൃതം ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ മതത്തിലുള്ളത് ഇഹ്സാനാണ്. സുഹൃതം ചെയ്തുകൊണ്ട് സദ്വൃത്തനായിക്കൊണ്ട് സർവാത്മന അള്ളാഹുവിന് കീഴ്പ്പെടുകയും അതുപോലെ തന്നെ വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ആ സൽപന്താവ് ഋജുമാനസനായിക്കൊണ്ട് പിൻപറ്റുകയും ചെയ്യുന്ന മനുഷ്യനേക്കാൾ ഉദാത്തമായ ദീന്, മത ആദർശം സ്വീകരിച്ച ആള് വേറെ ആരുണ്ട്? അയാളാണ് ഉത്കൃഷ്ടമായ ജീവിത രീതി കൈക്കൊണ്ടവൻ എന്നർത്ഥം. എന്താണ് ഇബ്രാഹിമിന്റെ പ്രത്യേകത? ആ മില്ലത്തു ഇബ്രാഹിമിന്റെ പ്രത്യേകത, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അദ്ദേഹത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഉറ്റമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? സർവ മത വിഭാഗങ്ങളും എന്ന് വെച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥം അംഗീകരിക്കുന്ന ജൂതരായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും ഒക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുചരരാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നവരും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരുമാണ്. ഇബ്രാഹിം എന്ന പദത്തിന് തന്നെയും വലിയ പ്രത്യേകത തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആ പദം സെമിറ്റിക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രന്മാരിൽപ്പെട്ട സാമിന്റെ ആ സന്താന പരമ്പരയാണ് സെമിറ്റിക് വർഗമായി അറബ് വർഗങ്ങളിൽ അറിയപ്പെടുന്നത്. ആ സെമിറ്റിക് ഭാഷയിൽപ്പെട്ട ഇബ്രു ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം എന്ന പദം വന്നിട്ടുള്ളത്. ആ പദം യഥാർത്ഥത്തിൽ എല്ലാ മതത്തിലും വളരെ പരിഭാവനമായി പ്രിയങ്കരമായ ഒരു പദമായിട്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബഹായികളും ഒക്കെ കരുതിപ്പോരുന്നത് എന്ന് തഫ്സീറുകളിൽ കാണാൻ പറ്റും. കാരണം ആ പദത്തിന് തൗറാത്തിൽ അർത്ഥം കൽപ്പിച്ചിട്ടുള്ളത് അബുൽ ജുംഹൂർ അല്ലെങ്കിൽ അബുൽ ഉമം, സമുദായങ്ങളുടെ പിതാവ് എന്ന അർത്ഥമാണ്. ആരാമി ഭാഷയിൽ നിന്നാണ് ഇബ്രാഹിം വന്നിട്ടുള്ളത് എന്ന് പറയുന്നവരുണ്ട്. ആരാമി ഭാഷയിൽ ഇബ്രാഹിം എന്നതിന് പ്രയോഗിച്ചത് അബാ റഹീമ എന്നാണ്. എന്ന് പറഞ്ഞാൽ അൽ അബുർ റഹീം എന്നർത്ഥം. അങ്ങേ അറ്റത്തെ കാരുണ്യം കാണിക്കുന്ന പിതാവ്, പിതാമഹൻ. അവിൽ അബുൽ ഹനൂൻ, അങ്ങേ അറ്റത്തെ ആർദ്രത കാണിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം എന്ന പദം പല രൂപത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ എല്ലാ മതത്തിന്റെ അനുയായികളും വളരെ പ്രിയപ്പെട്ട ഒരു പദമായി കരുതി പോരുന്നതാണ്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാതയും പന്താവും സരണിയുമാണ് തങ്ങളൊക്കെ പിൻപറ്റുന്നത് എന്നായിരുന്നു മക്കായിലെ മുശ്രിക്കീങ്ങൾ വരെ വാദിച്ചിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ അവരുടെയൊക്കെ വാദങ്ങൾ ഒന്നൊന്നായി ഗണ്ണിക്കുന്നുണ്ട്. ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന ആ ഒരു സംഗതി അംഗീകരിക്കുന്ന ആളായിരുന്നില്ല. ഏത് പരീക്ഷണത്തെയും വളരെ നല്ല രൂപത്തിൽ ഹൃദയ സാന്നിധ്യത്തോടെ അതിജയിക്കുവാനുള്ള കരുത്താർജിച്ച, തൗഹീദ് നെഞ്ചേറ്റിയ, ആ തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മഹാരഥനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് നെഞ്ചേറ്റിയ ഒരു സത്യവിശ്വാസിയെ ഒരു പരീക്ഷണങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രത്തിന്റെ ഒരു സംഗ്രഹം
വിഗ്രഹമായി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ദാർശനിക കവി എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലാമ ഇഖ്ബാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജവാബെ ശിക്വയിൽ അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആഗ് ഹേ ഔലാദെ ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ഇവിടെ അഗ്നികുണ്ഡം തയ്യാറാണ്. ഔലാദെ ഇബ്രാഹിം ഹേ, ഇബ്രാഹീമിൻ്റെ സന്താനങ്ങളും ഇവിടെയുണ്ട്. നമ്രൂദ് ഹേ, അവരെ പരീക്ഷിക്കുവാനുള്ള നമ്രൂദ് ഇവിടെ ഉണ്ട്. ഇന്ത്യ രാജ്യത്തെ നിന്നുകൊണ്ടാണ് ഈ കവിതയ്ക്ക് നമ്മൾ വ്യാഖ്യാനം നൽകുന്നതെങ്കിൽ ഇന്നും പ്രസക്തമാണത്. ലോകമെമ്പാടുമുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന നിലക്കാണ് അല്ലാമ ഇഖ്ബാലിൻ്റെ ദാർശനിക കവിതയെ നമ്മൾ വീക്ഷിക്കുന്നതെങ്കിൽ അവിടെയും ഈ പറയുന്ന വസ്തുതയുണ്ട്. എമ്പാടും പരീക്ഷണങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിലുണ്ടെന്നർത്ഥം. ക്യാ കിസി കോ ഫിർ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ, പിന്നെയും പിന്നെയും എന്തിനാണ് റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പരീക്ഷണത്തിന്റെ ഉദ്ദേശ്യമെന്ത് എന്ന് കവിതയിൽ പറയുമ്പോൾ പരീക്ഷണങ്ങളെ അതിജയിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തിളക്കമാർന്ന ഒരു ജീവിത സരണി സത്യവിശ്വാസികളുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കുകയും ഓരോ വർഷം വരുമ്പോഴും ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്യുമ്പോൾ, ദുൽഖഅദ് മാസത്തിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ തൗഹീദി പാത ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതപാതയായി അംഗീകരിക്കണമെന്ന ആ ഒരു സത്യം യഥാർത്ഥത്തിൽ അതിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ശരിയായ വ്യക്തിത്വം ഉൾക്കൊള്ളുകയും അത് അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അവധിക്കാലമായതിനാൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഒഴിവുകാലം ആഘോഷിക്കുന്ന തിരക്കിലാണ്. 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും സ്കൂളുകൾ, കോളേജുകൾ ഒക്കെ തുറക്കുകയായി. വീണ്ടും അവരുടെ ആ ഭൗതിക പഠന രംഗത്തേക്ക് തന്നെ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് നല്ലത് കിട്ടണം. അവധി കഴിഞ്ഞ് ഇനി കോളേജുകൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ആ ദീനുമായുള്ള ബന്ധം വിടാൻ പാടില്ല. നിർമ്മത, നിരീശ്വര, ലിബറൽ ചിന്താഗതികൾ വല്ലാതെ വേരോട്ടം കിട്ടിയ ഒരു കാലത്ത് കുട്ടികൾ പിഴച്ചു പോകാൻ കാരണം മദ്രസയാണ് എന്നും ഈ മതമാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന കാലത്ത് മതമല്ല, മതം ഇല്ലാതെയായതാണ് പ്രശ്നമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഗാന്ധിജിയെ കൊന്നതോ അതല്ലെങ്കിൽ അതുപോലെയുള്ള മഹാത്മാക്കളെ കൊന്നതോ കോടാനക്കോടി മനുഷ്യന്മാരെ കൊന്നൊടുക്കിയതോ ഒന്നും മദ്രസയിൽ പോയിട്ടായിരുന്നില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ലിബറൽ ചിന്താഗതിയോ അല്ലെങ്കിൽ മതനിരാസമോ ആയിരുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ പ്രചോദനമായി വർത്തിച്ചത്. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഉറുമ്പിനോട് പോലും ദയ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതം നിരപരാധിയെ കൊല്ലണമെന്ന് പഠിപ്പിക്കില്ല.
അപ്പം മതം ശരിയായ രൂപത്തിൽ പഠിക്കുന്നില്ല എന്നതാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ കാരണം. അതിന് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ലഹരി മാഫിയകളാണ്. മതനിരാശമായ കാര്യങ്ങളിലേക്ക് കുട്ടികളെ ക്ഷണിക്കുന്നവരാണ്. മുസ്ലിങ്ങളാണ് തങ്ങൾ എന്ന് പറയുന്നവരാണ് എന്ത് വൃത്തികേടിലേക്കും കുട്ടികളെ ക്ഷണിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് കുട്ടികൾക്ക് നല്ല ഒരു റൂട്ട് കാണിച്ചു കൊടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. ആരാണ് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നത്? വിവരമുള്ളവരാ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവര് യഥാർത്ഥ ജ്ഞാനം കിട്ടിയവരാ, കിട്ടാത്തവരല്ല. അവര് സ്വപ്നലോകത്ത് ജീവിക്കുന്നവരാ, അവര് അജ്ഞതയിലും അന്ധകാരത്തിലും ജീവിക്കുന്നവരാ, വിവരമില്ലാത്തവര്. ഇസ്ലാം അത്തരം ആളുകൾക്ക് വിവരം കിട്ടണമെന്നാണ് പഠിപ്പിക്കുന്നത്. അമ്മൻ ഹുവ ഖാനിത്തുൻ നാനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി. എല്ലാവരും സുഖസുഷുപ്തിയിൽ ആണ്ടുകിടക്കുമ്പോൾ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്ന ഭക്തി നിർഭരമായി പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും സമമാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും എങ്ങനെ സമാവുക? അത് ഒരിക്കലും ഒരേപോലെയല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ആർക്കാ ചിന്തിക്കാൻ കഴിയുക? ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കാ. ആ ബുദ്ധി നമ്മൾ പ്രയോജനപ്പെടുത്തണം. റഹ്മാനായ റബ്ബിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്ന, ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അങ്ങനെ നമുക്ക് വന്നു കിട്ടിയ ദീനനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളായി മാറണം നമ്മുടെ മക്കള്. ഭൗതികമായ വിജ്ഞാനം കൊണ്ട് മാത്രം കുട്ടികൾ നന്നാകണമെന്നില്ല. ഭൗതികമായ വിജ്ഞാനം കൊണ്ട് വളരെ മോശപ്പെട്ട ആളുകൾ നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട്, ഏത് കാലത്തുണ്ടായിട്ടുണ്ട്. ഭൗതികമായ വിജ്ഞാനം കൊണ്ട് മാത്രം കഴിച്ചിലാകാൻ പറ്റൂല. ഏറ്റവും വലിയ ഹൈടെക് കള്ളനെ പിടിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അയാള് ആവശ്യപ്പെട്ടത് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ക്യാമറക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കിൻ്റെ ആ കോട്ടൊന്ന് കിട്ടിയാൽ തിരക്കടില്ല എന്നാണ്. ഭൂലോക കള്ളനായിട്ട് ലോകത്ത് നമ്മളെ നാട്ടിൽ വന്ന് അയാളെ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ വീണ്ടി ചോർ എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച ആ ചങ്ങാതി എയർഫോഴ്സിൽ ജോലിക്കാരനായിരുന്നു. ഹൈടെക് കള്ളനാണ്. അയാൾക്ക് ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മൊഞ്ചായിട്ട് നിൽക്കണം തോന്നിയതുകൊണ്ടാണ് അയാൾ പറഞ്ഞതിൻ്റെ ആ കോട്ടൊന്ന് കിട്ടിയാൽ തിരക്കടില്ല എന്ന്. അയാൾ മുഖം മറക്കാൻ ശ്രമിച്ചിട്ടില്ല. അയാൾ ചെയ്ത കള്ളത്തരം മോശമാണെന്നും അയാൾക്ക് തോന്നിയിട്ടില്ല. വിവരമില്ലായിട്ടല്ല, അയാൾക്ക് നല്ല ഭൗതിക വിജ്ഞാനമുണ്ട്. എല്ലാ കള്ളന്മാരും, നല്ലൊരു ശതമാനം കള്ളന്മാരും അങ്ങനെ ഹൈടെക്കായിട്ട് കള്ളത്തരം നടത്തുന്നവരിഷ്ടം പോലുണ്ട്. അവർക്ക് ഭൗതിക വിജ്ഞാനത്തിൻ്റെ കുറവില്ല എന്നർത്ഥം. അതേ സമയത്ത് ഒരു 10 പൈസ പോലും ആരാൻ്റെ പൈസ എടുക്കാൻ ഭയപ്പെടുന്നവനാരാ? അത്രയൊന്നും വിജ്ഞാനം വേണമെന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കാം. അയാൾക്ക് ഭൗതിക വിജ്ഞാനം വല്ലാതല്ലെങ്കിലും അയാൾ നരകാഗ്നിയിൽ നിന്ന് സ്വന്തം ശരീരം കാക്കാൻ പഠിച്ചവനാണ്. അയാളാണ് ഏറ്റവും വലിയ വിവരമുള്ള ആള്. ആ ഒരു വിവരം നമ്മുടെ സമൂഹത്തിന് കിട്ടണം. അതിന് പറ്റിയ പാകത്തിലുള്ള വിജ്ഞാന ശാഖകൾ നമ്മളുടെ കുട്ടികൾ തെരഞ്ഞെടുക്കണം. ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്നവരായി നമ്മളുടെ മക്കൾ മാറണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ പ്രാർത്ഥനക്കനുസരിച്ച് നമ്മൾ രക്ഷിതാക്കൾ പ്രവർത്തിക്കുക കൂടി വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന, മാതാപിതാക്കളെ മാനിക്കുന്ന, അനുസരിക്കുന്ന, തഖ്വയുള്ള നല്ല സ്വാലിഹായ സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങൾ വളരാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നു
വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ, ഉറ്റവർ ഊടിയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وارحمنا بأن